ദേശീയപാത 66-ൽ ഇടപ്പള്ളി മൂത്തകുന്നം ബ്രിഡ്ജിലെ ഏറ്റവും ദൈർഘ്യമേറിയ വരാപ്പുഴ പുതിയ പാലം 3 മാസത്തിനകം ഗതാഗതത്തിനായി തുറന്നു നൽകും. 610 ദിവസങ്ങൾ കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവും ടാറിംഗ് ജോലികളും അവസാന ഘട്ടത്തിലാണ്. 3 വരി ഗതാഗത സൗകര്യമുള്ള പാലമാണ് പുതുതായി നിർമ്മിച്ചിട്ടുള്ളത്. ദേശീയപാത 66 ഇടപ്പള്ളി മൂത്തകുന്നം ബ്രിഡ്ജിലെ ഏറ്റവും ദൈർഘ്യമുള്ള വരാപ്പുഴ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. അപ്രോച്ച് റോഡ് നിർമ്മാണവും ടാറിംഗ് ജോലികളും അന്തിമഘട്ടത്തിലാണ്. 3 മാസത്തിനുള്ളിൽ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. വരാപ്പുഴ ചേരാനെല്ലൂർ കരകളെ ബന്ധിപ്പിച്ചാണ് പാലം. 1.03 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലത്തിന്റെ നിർമ്മാണം 610 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ മുടക്കി. പെരിയാറിൽ നിലവിലുള്ള 2 വരി പാലത്തിന് സമാന്തരമായി 3 വരി ഗതാഗത സൗകര്യമുള്ള പാലമാണ് പുതുതായി നിർമ്മിച്ചിട്ടുള്ളത്. ഏറെ അടിയൊഴുക്കുള്ള ഭാഗമായതിനാൽ പാലത്തിന് 26 സ്പാനുണ്ട്. ചേരാനെല്ലൂർ ഭാഗത്തുള്ള അപ്രോച്ച് റോഡ് ഉയർത്തിയും വരാപ്പുഴ ഭാഗത്തുള്ള അപ്രോച്ച് റോഡ് താഴ്ത്തിയുമാണ് നിർമ്മിക്കുന്നത്. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് ശേഷം ഭാരപരിശോധന ഉൾപ്പെടെ നടത്തി പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. ഇതോടെ ദേശീയപാതയിൽ ചേരാനെല്ലൂർ മുതൽ പറവൂർ വരെയുള്ള ഭാഗത്ത് അനുഭവപ്പെടുന്ന കനത്ത ഗതാഗത കുരുക്കിന് പരിഹാരമാകും. കിൻറ്റിലിവർ സാങ്കേതിക വിദ്യയിൽ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിച്ച പഴയ പാലത്തിന്റെ ബലക്ഷമത പരിശോധനയും ഇതോടൊപ്പം നടത്തും. 1991-ൽ തറക്കല്ലിട്ട പഴയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് 2001 ജനുവരി 16-നാണ്. പാലം തുറന്നതോടെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ള വാഹനങ്ങൾ ഭൂരിഭാഗവും ഇതിലൂടെയാണ് കടന്നുപോകുന്നത്. പുതിയ പാലം കൂടി തുറന്നു നൽകുന്നതോടെ വാഹന സാന്ദ്രത ഇതിലും കൂടുതലാകാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.